കശ്മീരിൽ ഇനി എന്ത് സംഭവിക്കും എന്നുള്ളൊരു ചോദ്യം വളരെ പ്രധാനമായിട്ടും ഉയരുന്നുണ്ട്. ഒന്ന് മാറി വന്നതാണ്. ലോക ടൂറിസം ഭൂപടത്തിലൊക്കെ ഇടം പിടിച്ചു. വളരെ ശ്രദ്ധേയമായി ജനങ്ങളൊക്കെ മുഖ്യധാരയിലേക്ക് വരികയും ചെയ്തു. ഒരു ചെറിയൊരു അവസരത്തോടു കൂടിയാണിത് അല്പം ഒന്ന് താഴേക്ക് മാറുന്നത്. അപ്പോൾ ആ ഗ്രാഫ് നില മാറി വരുമെന്നാണ് നമുക്കിനി അറിയേണ്ടത്. കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം കാശ്മീരിന് 2019 ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും അല്ലെങ്കിൽ കഴിഞ്ഞ 30 വർഷമായി നിന്ന അവസ്ഥയിൽ നിന്നും കാശ്മീർ വളരെയധികം ഉയർന്നു വരികയായിരുന്നു. 2019 ആർട്ടിക്കിൾ 370 വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കലാപ സംസ്ഥാനമായിട്ട് തന്നെ അത് നിലനിൽക്കുമോ എന്ന് പേടിയ തോന്നുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഏതാണ്ട് 4000-ഓളം രാഷ്ട്രീയക്കാരെ തന്നെ അവിടെ പിടിച്ച് ജയിലിടേണ്ട സാഹചര്യമുണ്ട്. അതിൽ മുൻ മുഖ്യമന്ത്രിമാർ, മുൻ മന്ത്രിമാർ, പ്രതിപക്ഷ നേതാക്കൾ ഒക്കെ അതിനകത്ത് ഉൾപ്പെട്ടു. അപ്പോൾ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ളവർ ഉദ്ദേശിച്ചത് ഒരുപക്ഷെ നമ്മളിനി അനങ്ങേണ്ടതില്ല, കാശ്മീർ ഇനി പ്രത്യേകമായി പോയാൽ അതിശയപ്പെടേണ്ടതില്ല എന്നായിരുന്നു. പക്ഷേ ആ അന്തരീക്ഷം സാവധാനം മാറ്റിയെടുക്കാനും അവിടുത്തെ ജനതയെ കോൺഫിഡൻസിലെടുക്കാനും കേന്ദ്ര ഗവൺമെൻറ്റിന് കഴിഞ്ഞു. അവിടെ ഭംഗിയായ ഒരു ഇലക്ഷൻ നടത്താൻ കഴിഞ്ഞു. ആരോ ആയിക്കൊള്ളട്ടെ, തങ്ങൾക്ക് വിരോധമില്ല എന്ന വിധത്തിൽ ഒരു സർക്കാർ അവിടെ നിലനിർത്താൻ കഴിഞ്ഞു. ആ സർക്കാരിന് പിന്തുണ കൊടുക്കാനും കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ആ സർക്കാരിൻ്റെ പ്രയോറിറ്റികളിലൊന്നാണ് അവിടെ മരവിച്ചു പോയിരുന്ന ടൂറിസത്തെ പുനരുജ്ജീവിപ്പിക്കുക. അവിടെ വികസിക്കാതെ കുറേ നാളായി നിന്നിരുന്ന പരമ്പരാഗത ചെറുകിട വ്യവസായങ്ങളെയും ഹാൻഡിക്രാഫ്റ്റ്സ് ഉൾപ്പെടെയുള്ളവയെയും കാർഷിക രംഗത്തെയും ആ മാന്യം മാറ്റിക്കൊണ്ട് ഉയർത്തിക്കൊണ്ടുവരിക. ഇത് രണ്ടും ഏതാണ്ട് കഴിഞ്ഞ ഒരു 3 വർഷമായി നടന്നു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ കാശ്മീരിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്. കാശ്മീർ ജനതയുടെ വിജയമാണ്, കാശ്മീരിൻ്റെ സർക്കാരിൻ്റെ വിജയമാണ്, കേന്ദ്ര സർക്കാരിൻ്റെയും വിജയമാണ്. ഈ മാറ്റം അവരിൽ ഒരുപാട് വലിയ മാറ്റങ്ങളുണ്ടാക്കി. പിന്നെ കാശ്മീരിനെ സംബന്ധിച്ചോളം അവർക്ക് ഏറ്റവും കൂടുതൽ പണം ലഭിച്ചിരുന്നത് കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നും, ഹാൻഡിക്രാഫ്റ്റ്സ് ഐറ്റംസിൽ നിന്നും, ടൂറിസത്തിൽ നിന്നുമാണ്. ഇത് മൂന്നും ഇൻ്റർ കണക്റ്റഡാണ്. ടൂറിസ്റ്റുകൾ വന്നാൽ മാത്രമേ ബാക്കി 2 സാധനങ്ങളും അവർക്ക് വേണ്ട രീതിയിൽ ഫ്ലറിഷ് ചെയ്യുള്ളൂ. ശരിക്കും പറഞ്ഞാൽ 1 കോടി ടൂറിസ്റ്റ് ആയിരുന്നത് കഴിഞ്ഞ വർഷം 2.34 crores ടൂറിസ്റ്റായി, 2.34 കോടി ടൂറിസ്റ്റായി. ഈ വർഷം അവർ ബഡ്ജറ്റ് വെച്ചിരുന്നത്, അവരുടെ കാൽക്കുലേഷൻ 3 കോടി ടൂറിസ്റ്റുകളാണ്. 3 കോടി ടൂറിസ്റ്റുകൾ വന്നാൽ അവരുടെ കണക്ക് കൂട്ടൽ 2 ലക്ഷം കോടി രൂപയുടെ സമ്പത്തായിരുന്നു. അതോടുകൂടി ധനം കൊണ്ട് ഓരോ കാശ്മീരിയുടെയും കൈ നിറയുമായിരുന്നു. അപ്പോൾ ഈ വളർച്ചയിലാണ് ഏപ്രിൽ 22-ാം തീയതി വെടിമുട്ടിയത്. അതായത് ഇന്ത്യയുടെ മനസ്സാക്ഷി മരവിക്കുന്ന ഒരു സംഭവം അവിടെ ഉണ്ടാവണമെന്ന് തീവ്രവാദികളും മിലിറ്ററിയും പാകിസ്ഥാനിലെ ചില തന്ത്ര കേന്ദ്രങ്ങളും എല്ലാം കരുതിക്കൂട്ടി ചെയ്തതാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങൾ. അതിൻ്റെ ഫലമായിട്ട് ഈ ഹിന്ദു മുസ്ലിം ഡിവൈഡ് ഉണ്ടാക്കാം. അതിന് ഹിന്ദുവിനെ മാറ്റി നിർത്തി വെടിവെച്ചാൽ ഇന്ത്യയിൽ ഒരു 1-ാം തരം ഡിവിഷൻ നടക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ ആ തിയറി പൊളിഞ്ഞു പോയെന്ന് മാത്രമല്ല, അസാധാരണമായ യൂണിറ്റി ഇപ്പോൾ അവിടെ വന്ന് ഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ യൂണിറ്റിയുടെ പ്രതിഫലനമാണ് ഒമർ അബ്ദുള്ള ഈ കഴിഞ്ഞ ദിവസം അവരുടെ അസംബ്ലിയിൽ നടത്തിയ പ്രസംഗം. നമുക്കിപ്പം സ്റ്റേറ്റ്ഹുഡ് എന്നുള്ള മുദ്രാവാക്യം പലരും അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത്, എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് അടക്കമുള്ളവർ ആവശ്യപ്പെട്ടത് ഈ സ്റ്റേറ്റ്ഹുഡും കൂടെ ഈ സന്ദർഭത്തിൽ, അതില്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്, ഇന്റേണൽ സെക്യൂരിറ്റി അടക്കമുള്ളവ സംഭവിച്ചത്, ലാപ്സ് സംഭവിച്ചത് എന്നൊക്കെ പറയാനായിട്ടാണ് അദ്ദേഹത്തെ നിർദ്ദേശിച്ചതെങ്കിൽ അദ്ദേഹം പറഞ്ഞതൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞത് ഈ സന്ദർഭത്തിൽ ഇന്ത്യയോടൊപ്പം നിൽക്കുക, ഇന്ത്യയുടെ സുരക്ഷിതത്വത്തിനൊപ്പം നിൽക്കുക, ഇന്ത്യയുടെ ജനങ്ങൾക്കൊപ്പം നിൽക്കുക, അത് കാശ്മീരിയത്തിൻ്റെ ഭാഗമാണ്, കാശ്മീരികൾ ഇങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിൽ അദ്ദേഹം ലക്ഷ്യമാക്കിയത് ഭാവിയിൽ കാശ്മീരികൾക്ക് അഭിവൃദ്ധി ഉണ്ടാകണമെങ്കിൽ ഇന്ത്യൻ യൂണിയനുമായിട്ട് നിൽക്കുകയും ഈ രീതിയിൽ ടൂറിസം ഉൾപ്പെടെയുള്ള ഫ്ലറിഷ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ആണ് എന്നുള്ളതാണ്. അപ്പോൾ 2 നേഷൻ തിയറിക്ക് പകരം 1 നേഷൻ തിയറി കാശ്മീരിൽ പോലും വന്നു എന്നുള്ളതാണ്. ഇത് കാശ്മീരിൽ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടമെടുത്താൽ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയും നമ്മുടെ കിഴക്ക് പടിഞ്ഞാറ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ ഒന്നിപ്പിച്ചു, നമ്മൾ ഐക്യത്തിൻ്റെ ഒരു ധാരയിലാണ് പോകുന്നതെന്ന് ഒമർ അബ്ദുള്ള പറഞ്ഞത്.
അസ്റുദ്ദീൻ ഒവൈസിയും പറഞ്ഞത് ഇതാണ്. പാകിസ്ഥാൻ 30 മിനിറ്റ്സ് ലേറ്റ് എന്നാണ് അവരെക്കുറിച്ച് പറയാറ്. ഇപ്പോൾ അവർ 30 ഇയേഴ്സ് ലേറ്റ് എന്നാണ് അസ്റുദ്ദീൻ ഒവൈസി പറഞ്ഞത്. ഞങ്ങളുടെ പൂർവികർ തള്ളിക്കളഞ്ഞതാണ് 2 നേഷൻ തിയറി. ഞങ്ങൾ ഇവിടെ ജനിച്ചു, ഇവിടെ വളർന്നു, ഇവിടെ മരിക്കും എന്ന് പറഞ്ഞിട്ട് ഇൻഷാ അള്ളാഹ് കൂടെ അദ്ദേഹം പറഞ്ഞു. ആ വിധത്തിലാണ് അവരുടെ ഇപ്പോഴത്തെ ചിന്ത പോകുന്നത്. അപ്പോൾ പാകിസ്ഥാനിലെ രാഷ്ട്രീയ സ്ഥിതിഗതികളൊക്കെ അങ്ങ് മാറി മറിയാനുള്ള സാധ്യതയും, രാഷ്ട്രീയ സ്ഥിതിഗതികൾ ഇത്തരത്തിൽ പോവുകയാണെങ്കിൽ മാറി മറിയാൻ സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഒമർ അബ്ദുള്ള, മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയ്ക്ക് പലരും ഇപ്പോൾ നിർദ്ദേശം കൊടുക്കുന്നത് ഈ സന്ദർഭത്തിൽ ഇന്ത്യയോടൊപ്പം നിന്നുകൊണ്ട്, കേന്ദ്ര സർക്കാരിനോടൊപ്പം നിന്നുകൊണ്ട് നമ്മുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ഒരു സമാധാന അന്തരീക്ഷം വരുന്ന സാഹചര്യങ്ങൾ ഏതാനും നാളുകൾക്കകം വരുമല്ലോ, വരുന്ന സന്ദർഭത്തിൽ നമുക്കൊരു സ്റ്റേറ്റ്ഹുഡ് ഉൾപ്പെടെയുള്ള പദവി ലഭിക്കുന്നതിന് നേരിട്ടോ അല്ലെങ്കിൽ തൊട്ടുകൂടായ്മ ഇല്ലാത്ത വിധത്തിലോ ഒരു BJPയുമായിട്ടുള്ളൊരു സന്ധി ഉണ്ടായാൽ നല്ലതാണ് എന്ന് വരെ ചിന്തിക്കുന്നവരുണ്ട്. അതായത് ഇപ്പോൾ കാശ്മീരിൽ നാഷണൽ കോൺഫറൻസിന് മുൻതൂക്കം, ജമ്മുവിൽ BJPക്ക് മുൻതൂക്കം. അപ്പോൾ ആ രണ്ടും കൂടെ ഒന്നിച്ചു ചേർന്നാൽ യഥാർത്ഥ ഡെമോക്രസി അതല്ലേ, യഥാർത്ഥ ജനകീയ മുഖം അതല്ലേ, യഥാർത്ഥ ജനകീയ മുഖമുള്ള സർക്കാർ അതല്ലേ എന്ന് വരെ ചിന്തിക്കുന്നവർ ജമ്മു കാശ്മീരിൽ വളർന്നു വന്നിട്ടുണ്ട്. അതിപ്പോൾ പക്ഷേ രാഷ്ട്രീയമായി ചിന്തിക്കാൻ BJPക്ക് കഴിയുമോ, നാഷണൽ കോൺഫറൻസിനും അതിനപ്പുറം കഴിയുമോ എന്നുള്ളത് വ്യക്തമല്ല. പക്ഷേ ഇത് ഭാവിയിൽ ഇത്തരത്തിലൊരു ചിന്ത വന്നുകൂടായികയില്ല. കശ്മീരിൻ്റെ ഐക്യത്തിന്, കശ്മീരിൻ്റെ വളർച്ചയ്ക്ക്, അത് ഇന്ത്യയുടെ ഭാഗമായി നിൽക്കുന്നതിന്, അവരുദ്ദേശിക്കുന്ന ടൂറിസം ഉൾപ്പെടെയുള്ള അഭിവൃദ്ധിക്ക് ഒരു യൂണിറ്റി അവിടെ ആവശ്യമാണ്. അതായത് ഹിന്ദു മുസ്ലിം യൂണിറ്റി കശ്മീരിൽ തന്നെ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. പഴയ മുറിവുകൾ ഉണക്കിക്കൊണ്ട് ജമ്മുവും കശ്മീരും ഒന്നായി, ജമ്മു കശ്മീരായി നിൽക്കുന്ന അവസ്ഥ. അവിടെ 2 സ്റ്റേറ്റ് തിയറി പോലും ഇനി ഉണ്ടാവാൻ പാടില്ല. അതാണ് ഇപ്പോൾ പലരുടെയും മനസ്സിലുള്ള ചിന്ത. പക്ഷേ അത് രാഷ്ട്രീയമായി വളർന്നു വരാൻ അല്പം കൂടെ സമയമെടുക്കും. ഇപ്പോൾ രാഷ്ട്രീയം ചിന്തിക്കാനുള്ള സമയമല്ല. അതുകൊണ്ട് ഒരു പക്ഷേ കുറച്ചുകൂടെ വൈകിയെന്നിരിക്കാം. പക്ഷേ അത് വരും നാളുകളിൽ ഒരു പ്രധാന മുദ്രാവാക്യമായിട്ട്, ഒരു സമവാക്യമായിട്ടും, ഒരു സമന്വയമായിട്ടും വന്നാൽ കാശ്മീരിൽ ഒരു പുതിയ മന്ത്രിസഭ തന്നെ ഉണ്ടായിക്കൂടായില്ല. ഒരു ഇലക്ഷൻ പോലും ഇല്ലാതെ പുതിയൊരു റീയൂണിറ്റിയും അതിൽ നിന്നുണ്ടാകുന്ന ഒരു മന്ത്രിസഭയും പോലും വന്നുകൂടായില്ല. അങ്ങനെ സ്റ്റേറ്റ്ഹുഡ് പദവി അടക്കം കേന്ദ്ര ഗവൺമെൻറ് സപ്പോർട്ടോടുകൂടി ടൂറിസത്തിൽ ഒരു അഭിവൃദ്ധി, അവിടുത്തെ കാർഷിക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറുകിട വ്യവസായങ്ങൾ, ഹാൻഡിക്രാഫ്റ്റ്സ്, ഇവയിലൊക്കെ ഒരു അഭിവൃദ്ധി വന്നു കഴിഞ്ഞാൽ കാശ്മീരായിരിക്കും ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ സംസ്ഥാനമായി മാറുക. ഇതവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു, ഇതവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് വരും നാളുകളിൽ ഒരു വലിയ രാഷ്ട്രീയ മാറ്റം കാശ്മീരിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു കാശ്മീർ മാറ്റം ഉണ്ടായാൽ അത് ഇന്ത്യയിലെ മൊത്തം വരുന്ന മുസ്ലിം ജനതയ്ക്ക് കൂടെ ഒരു ചൂണ്ടുപലകയായിരിക്കും. ഒരു മാറ്റത്തിൻ്റെ കാറ്റ് പലരുടെ മനസ്സിലും ഇപ്പോൾ തന്നെ വലിയൊരു വിഭാഗത്തിൻ്റെ മനസ്സിലുണ്ട്. സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറയുന്നത് പൂർണ്ണമാക്കാൻ നമ്മൾ കൂടെ മുൻകൈ എടുക്കേണ്ടതുണ്ടോ എന്നുള്ളത്. അത് അങ്ങത്തരത്തിലൊരു സാധ്യത ഒവൈസിയുടെ നേതൃത്വത്തിൽ ഈ തെക്ക് നിന്നും ഉയർന്നു വരുന്നുണ്ട്. ഒവൈസി പറഞ്ഞത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ സുരക്ഷ നമ്മുടെ ഐക്യത്തിലൂടെയാണ് ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ്. ആ സാധ്യത അതൊക്കെ ഒരുപാട് ചൂണ്ടുവലകളാണ്. അപ്പോൾ അത് വലിയ സാധ്യതകൾ ഉണ്ടാക്കും എന്ന് തന്നെയാണ്. ഇപ്പോൾ രാഷ്ട്രീയം നോക്കാൻ സമയമില്ലാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലാരും പറയുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ പല രാഷ്ട്രീയ നിരീക്ഷകരും ആ ഒരു മാറ്റത്തിനും കൂടി ഈ ഒരു ഏപ്രിൽ 22 കാരണമാക്കിയേക്കാം എന്ന് കരുതുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.